to go on His presence. കാഹളനാദം കേൾക്കാം, കർത്താവിനെ എതിരേൽക്കാം. ഒരുങ്ങി ഞാൻ പൂർണ്ണ വിശ്വാസത്താൽ വിശ്വാസനാട്ടിൽ ചേരാം. കാഹളനാദം കേൾക്കാം, കർത്താവിനെ എതിരേൽക്കാം. ഒരുങ്ങി ഞാൻ പൂർണ്ണ വിശ്വാസത്താൽ വിശ്വാസനാട്ടിൽ ചേരാം. വരണേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്നും തൻ്റെ അടുക്കൽ വേദനയോടെ വരുന്നവരെ താങ്ങുന്നു, സഹായിക്കുന്നു എന്നും അത്ഭുത അനുഭവങ്ങളിലൂടെ ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തൻ്റെ വചനമയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവവചനം അത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് നിങ്ങൾ കേട്ട് അതിനെ അനുസരിക്കുവാൻ തയ്യാറെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിശ്ചയമായും നിങ്ങളുടെ മേൽ വെളിപ്പെടും. വേദപുസ്തക വചനത്തിലൂടെ നാം ഗ്രഹിക്കുന്നത് ലോകത്തിലെ സകല മനുഷ്യരും ആശ്വാസമുള്ളവരായി, സമാധാനമുള്ളവരായി, ഐശ്വര്യ സമ്പൂർണരായി ജീവിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ മനുഷ്യൻ തൻ്റെ പാപം മുഖാന്തരം ഈ നന്മകളെല്ലാം കളഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നതിനാൽ ആശ്വാസം നഷ്ടപ്പെട്ട് തീരാരോഗങ്ങൾ പിടിപെട്ട് കഷ്ടതയിലും കണ്ണുനീരിലും വേദനകളിലുമായിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിങ്കലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിന് വലിയ അത്ഭുതങ്ങൾ നടക്കും. അതെ, നിങ്ങൾ ഇന്ന് കാണുവാൻ പോകുന്നത് കാഞ്ഞിരംകുളം സ്റ്റേഡിയത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയും അനേകരെ വിടുവിക്കുകയും ചെയ്തു. ആ യേശു ചെയ്ത അത്ഭുത സാക്ഷികളും നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. ആകയാൽ വളരെ പ്രാർത്ഥനയോട് നിങ്ങൾ ഈ വചനം കേൾക്കുകയും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കാണുകയും ചെയ്യുക. നിശ്ചയമായും അതേ ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടും, അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ അനുഭവിക്കണം. ഈ അത്ഭുതങ്ങൾ, ആ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ സാക്ഷികൾ ഞാൻ കേട്ടു. ടെലിവിഷനിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ക്യാൻസർ രോഗികൾ സൗഖ്യമായത്, അത്ഭുതങ്ങൾ സംഭവിച്ചത്. അതെ, ഇന്ന് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അല്പസമയം വചനധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ പാപം മാഞ്ഞു കിട്ടണമെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിയണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശ്വാസകാലങ്ങൾ അവന് വരണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നാണ് ഈ തിരുവചനത്തിൽ നാം വായിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം ആരംഭത്തിൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിടെ വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തുടർന്ന് അപ്പോസ്തലന്മാർ ശുശ്രൂഷകൾ ചെയ്യുവാൻ തുടങ്ങി. 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ
വരുമ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയാണ്. ആ ഭിക്ഷക്കാരൻ അവന് നടന്ന് അവിടെ വരുവാൻ അവന് കഴിയുകയില്ല. കാരണം അവൻ ജന്മന മുടന്തനാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ശപിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ മുടന്തനായി അവൻ പുറത്തു വന്നു. അന്നു മുതൽ ഇന്നയോളം അവൻ മുടന്തനായി ഇരിക്കുന്നു. അവനെ ചുമന്നുകൊണ്ട് ചിലർ ആ ദേവാലയ ഗോപുരവാതിൽക്കൽ വയ്ക്കും. എന്തിനാണ്? അവൻ ഭിക്ഷയാചിക്കേണ്ടതിന്. അവന് ജോലി ചെയ്യുവാൻ കഴിയുകയില്ല, നടന്നു തിരിയുവാൻ കഴിയുകയില്ല. എന്നാൽ അവൻ ഇവിടെ എത്തണമെങ്കിലും ചിലർ അവനെ ചുമക്കണം. അനേകർക്ക് അവൻ ഒരു ഭാരമായി മാറി. അവനെ ചുമന്ന് അവിടെ കൊണ്ടുവച്ചാൽ അവൻ ഭിക്ഷയാചിക്കും എന്ന് പറഞ്ഞാൽ ആലയത്തിലേക്ക് കയറുന്നവർ, ആലയത്തിൽ നിന്ന് ഇറങ്ങുന്നവർ അവൻ എന്തെങ്കിലും കരം നീട്ടി കൊടുത്താൽ മാത്രമേ അന്ന് അവന്റെ ആഹാരത്തിന് ലഭിക്കുകയുള്ളൂ. ചുമട്ടുകാർക്ക് കൂലിയും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, ആമീൻ, താൻ ബലഹീനൻ, താൻ തനക്ക് തന്നെ ഒരു ഭാരം, താൻ മറ്റുള്ളവർക്കും ഒരു ഭാരം. അങ്ങനെ ഭാരം വഹിച്ചുകൊണ്ട് ഏറിയ കാലങ്ങൾ വേദപുസ്തക വചനം പറയുമ്പോൾ ദിനം പ്രതി അവനെ ചിലർ ചുമന്നുകൊണ്ട് ദേവാലയ ഗോപുരവാതിൽക്കൽ വയ്ക്കും. ഹല്ലേലൂയ! കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. എന്നാൽ ഇതുവരെയ്ക്ക് അവൻ ദേവാലയത്തിന്റെ അകം കണ്ടിട്ടില്ല. കാരണം അവൻ ദൈവത്തെ ആരാധിക്കാനല്ല വരുന്നത്, അവൻ ഭിക്ഷയാചിക്കാനാണ് അവൻ വരുന്നത്. അതുകൊണ്ട് അവൻ അകത്ത് ചെന്ന് ആരാധിച്ചിട്ടില്ല. ആരാധനയ്ക്ക് വരുന്നവരും ആരാധിച്ചു പോകുന്നവരെയും അവൻ കണ്ടിട്ടുണ്ട്. അവരുടെ കരുണയുടെ സ്പർശനം അവൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ദൈവത്തെ ആരാധിച്ചിട്ടില്ല, അകത്ത് പ്രവേശിച്ചിട്ടില്ല. അവനങ്ങനെ അവൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു രണ്ട് അഭിഷിക്തന്മാർ. ഇതുവരെയ്ക്ക് ഒത്തിരി പേർ ദേവാലയത്തിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്, മടങ്ങിപ്പോയിട്ടുണ്ട്. ഒത്തിരി പണക്കാർ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്, മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതാ രണ്ട് അഭിഷിക്തന്മാർ ഇതാ കടന്നു വരികയാണ്. ആമേൻ. എന്താണ് ഇവരുടെ വിശേഷത? ആമേൻ. 120 പേർ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് വാഗ്ദത്തത്തെ ഇവർ കാത്തിരുന്ന് പെസഹയുടെ 50ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ ഒരു അഭിഷേകം വെളിപ്പെട്ടു, ഒരു ദൈവശക്തി വെളിപ്പെട്ടു. ഇപ്പോൾ വരുന്നവർ ഇന്നലെകളിൽ ദേവാലയത്തിലേക്ക് വന്നവർ പോലെ അല്ല, വിശേഷതയുള്ളവരാണ്. എന്താണ് വിശേഷത? ഇവരിൽ ചിലപ്പോൾ പുരോഹിത അങ്കി കാണത്തില്ല, ഇവർക്ക് ചിലപ്പോൾ വേറെ വലിയ പട്ടങ്ങൾ കാണത്തില്ല. ഇവർ സാധാരണ പഠിപ്പുള്ളവരായിരുന്നു. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ മീൻ പിടിച്ചു നടന്നവരായിരുന്നു. പക്ഷേ അവർക്ക് വിദ്യാഭ്യാസ കുറവെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അവർ സാധാരണക്കാരെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. വലവീശി മീൻ പിടിച്ചു നടന്നവരെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ 3.5 വർഷം ക്രിസ്തുവിനെ അനുഗമിച്ചവരാണ്. ഇപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ആമേൻ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു. സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഓരോരുത്തരോടും ആമേൻ സ്തോത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ആമേൻ. കർത്താവ് വാഗ്ദത്തം കൊടുത്തു. അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തവരുടെ കണ്ണുകൾ കണ്ടതാണ്. ഒലിവ് മലയുടെ കുന്നിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഉയരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇവർ നോക്കി നിൽക്കുന്നു. ആമേൻ. 2 ദൂതന്മാർ വിളിച്ചു പറയുന്നു, ഗലീല പുരുഷന്മാരെ, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കാണുന്നത് പോലെ അവൻ മടങ്ങി വരും. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. എന്നാൽ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ രണ്ടാമതും വരുന്നതിന് മുൻപേ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. ആമേൻ. അതിനായി കാത്തിരിപ്പിൻ. അവൻ ഉയരത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ 10ാമത്തെ ദിവസം മാളിക മുറിക്കകത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ അന്യഭാഷയിൽ സംസാരിപ്പാൻ തുടങ്ങി. ഇന്ന് ഒത്തിരി പേര് പറയുന്നു, അന്ന് സംസാരിച്ചു, അന്ന് തീർന്നു. എന്നാൽ വേദപുസ്തക വചനം പറയുന്നു, തീർന്നില്ല, അന്ന് തുടങ്ങി, ഇപ്പോൾ തുടരുന്നു. ആമേൻ. യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയ കർത്താവ് വരും എന്ന് പറഞ്ഞതുപോലെ കാഹളനാദത്തോട് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് സഭയെയും ഒരുക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് പോകും. അന്നേ ദിവസം വരെ ഈ അന്യഭാഷ ഇവിടെ തുടരും. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആ അഭിഷേകത്തിന്റെ ശക്തി ഇവർ പ്രാപിച്ച ശേഷം ഈ 2 അഭിഷിക്തന്മാർ ഇതാ വരികയാണ് പ്രാർത്ഥനാലയത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. സാധാരണ എല്ലാവരോട് കരം നീട്ടി ചോദിക്കും പോലെ ആമേൻ സ്തോത്രം ഈ അഭിഷിക്തന്മാരോട് കരം നീട്ടി ചോദിക്കുന്നു. പക്ഷെ ഈ അഭിഷിക്തന്മാർക്ക് കയ്യിൽ വെള്ളിയുമില്ല, പൊന്നുമില്ല. ഇന്നെല്ലാവർക്കും വെള്ളിക്കും പൊന്നിനുമാണ് ഭയങ്കര ആവേശം. പക്ഷെ ഈ ഭക്തന്മാർ പറഞ്ഞു, എടാ പൊന്നു, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയുമില്ല, പൊന്നുമില്ല,
പക്ഷെ ഞങ്ങളുടെ കയ്യിലൊരു നാമമുണ്ട്. അത് വെള്ളി കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, പൊന്നുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ ശക്തിയുള്ള നാമം. അത് യേശുവിന്റെ നാമം. പണം കൊടുത്താൽ കിട്ടാത്തത്, പൊന്നു കൊടുത്താൽ കിട്ടാത്തത്, വില കൊടുത്താൽ കിട്ടാത്തത്, വസ്തുവകകൾ കൊടുത്താൽ കിട്ടാത്തത് യേശുവിന്റെ നാമത്തിൽ കിട്ടും. ലക്ഷക്കണക്കിന് പണങ്ങൾ വാരി ചിലവാക്കിയിട്ടും ജീവിതത്തിൽ വിടുതലില്ലാതെ, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിൽ സൗഖ്യമില്ലാതെ, അലച്ചിലോടെ, കണ്ണീരോടെ ജീവിതം തീർന്നു എന്ന് ഇന്ന് വന്ന സഹോദരിയെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആ പണത്തിന് ചെയ്യാൻ കഴിയാത്ത ശക്തിയുള്ള ഒരു നാമമുണ്ട്. ആ നാമത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. ആ നാമത്തിന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയും. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് കൈക്ക് പിടിച്ചു. അവൻ എഴുന്നേറ്റു കുതിച്ചും സ്തുതിച്ചും കൊണ്ട് ഹല്ലേലൂയ ദേവാലയത്തിനകത്തേക്ക് പോയി. ഇതുവരെയ്ക്ക് ആലയത്തിനകം നേരെ കാണാതെ, ആത്മീയ ആരാധനയിൽ പങ്കെടുക്കാതെ, ആമേൻ സ്തോത്രം, പുറത്തു നിൽക്കുന്ന, ആമേൻ പുറത്തു നിന്ന് പല അഭിപ്രായങ്ങൾ പറയുന്ന നിന്റെ ജീവിതത്തിൽ ആത്മീക മുടന്ത് എന്ന് സുഖമാകുമോ? അപ്പോൾ നീ കുതിച്ചും നൃത്തം ചെയ്തും സ്തുതിച്ചും കൊണ്ട് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കും. നാളുകൾ കൊണ്ട് വാതിൽക്കലുണ്ട്, പക്ഷെ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ മുടന്ത് തീർന്നപ്പോൾ അവൻ അകത്ത് പ്രവേശിച്ചു. ആമേൻ. ആത്മീക മുടന്തുകൾ മാറട്ടെ. പുറത്തു നിൽക്കുന്ന അനേകർ ആത്മീക സഭകൾക്കകത്ത് കയറട്ടെ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് കരം പിടിച്ചവൻ എഴുന്നേൽപ്പിച്ചു. അവൻ എഴുന്നേറ്റു. ഈ സ്റ്റേജിൽ ഞങ്ങൾ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നു എങ്കിൽ, ഒരു രോഗി സൗഖ്യമാകുന്നു എങ്കിൽ, ഞങ്ങളുടെ വിശേഷത കൊണ്ടെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. യേശുവിന്റെ നാമം കൊണ്ടാണ് ഇത് ചെയ്യുവാൻ കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അവർ വിസ്മയിച്ചു. എന്താണ് ഇത്? ഇന്ന് വരെ ഇല്ലാത്ത സംഭവം. വിസ്മയിക്കുമ്പോൾ അവർ എല്ലാവർക്കും വിളിച്ചു പറയുകയാണ്. ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പള്ളിക്കകത്ത് ഒത്തിരി പേര് ഇരിക്കുന്നു എങ്കിലും ഇവർ പലരും ആശ്വാസമറ്റവരാണ്. ഒരു ആശ്വാസകാലം എനിക്ക് വേണം, ആശ്വാസകാലം എനിക്ക് വരണം എന്ന ആഗ്രഹം ഇവർക്കുണ്ട്. പക്ഷെ വരുന്നില്ല. അവർ സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുന്നു, പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുന്നു, കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, പ്രമാണം പറയുന്നത് അവർ ചെയ്യുന്നു, മനുഷ്യരിട്ട പ്രമാണം അവർ അനുഷ്ഠിക്കുന്നു. പക്ഷേ ആശ്വാസകാലം അവർക്കില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നീ ഒരു ക്രിസ്ത്യാനി തന്നെ, നീ പള്ളിയിൽ പോകുന്നവൻ തന്നെയാണ്. പക്ഷെ നിന്റെ ജീവിതം ആശ്വാസമറ്റ ജീവിതമെങ്കിൽ വന്നിരിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്കൊരാശ്വാസകാലം വരാൻ പോകുകയാണ്. നിങ്ങൾക്കൊരാശ്വാസകാലം വരുവാൻ വേണ്ടി തന്നെയാണ് ഈ കൺവെൻഷൻ യോഗം ഇവിടെ നടക്കുന്നത്. ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ വന്നതല്ല. എന്തിനാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്? നിങ്ങളുടെ ജീവിതത്തിനൊരു ആശ്വാസം നൽകുവാൻ. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്ത കർത്താവിന് ആഗ്രഹമുണ്ട്. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പ്രകാരം ഒരു ക്രൂസൈഡ് നടത്തുമ്പോൾ 100 കണക്കിന് പേർ ആശ്വാസം കാണട്ടെ. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. യേശുവിന്റെ നാമം നിങ്ങളെ ആശ്വസിപ്പിപ്പാൻ ഇവിടെയുണ്ട്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കുവാനുള്ള സമയം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങളുടെ നേരമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു, ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ട്യൂമറുകൾ ഡിസപ്പിയർ ആകും, ക്യാൻസറുകൾ മാറിപ്പോകും, കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകും, അസ്ഥി രോഗങ്ങൾ സൗഖ്യമാകും, ക്യാൻസർ, ഉദര രോഗങ്ങൾ, യൂട്രസിലെ മുഴകൾ, അതുപോലെ കുടൽ സംബന്ധമായ രോഗങ്ങൾ, ഇപ്രകാരം ശരീരത്തിലുള്ള മുഴകൾ, ഉദര സംബന്ധമായ കുടൽ രോഗങ്ങൾ, ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഇപ്പോൾ ആശ്വാസം നിങ്ങൾക്കുണ്ടാകും. ദൈവശക്തി വ്യാപരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ എത്ര തേയ്മാനം വന്നിട്ടുണ്ടോ അത്രയും വളർന്നു വരട്ടെ. മുഴകൾ ഡിസപ്പിയർ ആകട്ടെ. ഓ ക്യാൻസർ, യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ വിട്ടു ക്യാൻസർ മുഴകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പിഴുതെടുക്കുകയാ. ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഡിസപ്പിയർ ആകട്ടെ, സൗഖ്യമാകട്ടെ. ഹേനിയ യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. തൈറോയിഡ് കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തൈറോയിഡ് സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അൾസർ രോഗം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിടുതലിന്റെ ശക്തിക്കായി സ്തോത്രം, സൗഖ്യദായക ശക്തിക്കായി സ്തോത്രം.
ഈ സഹോദരന്റെ പേര് തങ്കപ്പൻ, സ്ഥലം ചാണി. കഴിഞ്ഞ 5 വർഷമായി ഹെർണിയ രോഗത്താൽ പ്രയാസമായിരുന്നു. ഇത്ര വലിപ്പമുണ്ടായിരുന്നു. പാസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചൂട് അവിടെ അടിച്ചു. അത് തണിഞ്ഞു പോയതായി സാക്ഷി പറയുന്നു. മാറി മാറി. എവിടെ ഉണ്ടായിരുന്നു? പ്രസ് ചെയ്ത് നോക്കി. ഇല്ല ഇല്ല ഇല്ല. യെസ് യെസ്. ഹെർണിയ രോഗത്തെ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റിയ യേശു നല്ലവൻ. കൈകളെ അടിച്ച് ശക്തിയായി സ്തുതിക്കാതെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബ്രദർ, നിങ്ങൾ എവിടെയെങ്കിലും ആശുപത്രി കാണിച്ചിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ്. അവരെന്തോ പറഞ്ഞു? ഓപ്പറേഷൻ. ഇപ്പൊ ഓപ്പറേഷൻ ഇല്ലാതെ യേശു സൗഖ്യമാക്കി. ഇപ്പോൾ വിടുതൽ പ്രാപിച്ച ഒരു ഹെർണിയ വിടുതൽ പ്രാപിച്ച സാക്ഷി കേട്ടു. യേശുവിന്റെ നാമത്തിൽ കരം തട്ടി വന്ന് സ്തുതിക്കാൻ. ഇനി ഓപ്പറേഷൻ വേണ്ട. യേശു വിടുവിച്ചതിനാൽ നന്ദി. എല്ലാവരും ആരാധിക്കാം. ഈ പ്രിയ സഹോദരന് ഈ കാലിന്റെ വശം മുഴുവനും വേദനയാൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്നു. 2.5 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ പാസ്റ്റർ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് ആശുപത്രി കിടന്നുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് കുറവുണ്ട്. അല്ലെങ്കിൽ നീച്ച് നിൽക്കാൻ പറ്റൂലായിരുന്നു. നിൽക്കത്തില്ല. ഇവിടെ വന്നപ്പോഴും നല്ല വേദന ഉണ്ട്. നല്ല വേദന ഉണ്ട്. 2 വർഷം കൊണ്ടുണ്ട്. ശരി, ഒന്ന് നന്നാ നടന്നു നോക്കിയാട്ടെ. ഓടിവാ. സ്തോത്രം. നടക്കുവാൻ കഴിയാതെ മെഡിക്കൽ കോളേജിൽ കിടന്നു, ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. ടെലിഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചുവെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ വേദനയോടെ വന്നു. ഇപ്പൊ വേദനയില്ല. കുറവുണ്ട്. നല്ല സുഖം, നല്ല സുഖം. എന്തിനാ കരയുന്നേ? അത്ര കഷ്ടപ്പെട്ട വേദനയായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ട വേദന ആമേൻ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു കൊണ്ടിരുന്നു. എന്ന് യേശു ക്രിസ്തുവിന്റെ കരം തൊട്ട് തന്റെ ജീവിതത്തെ വിടുവിച്ചപ്പോൾ താൻ കരയുകയാ. യേശു നല്ലവൻ. ഇന്നു മുതൽ നീ ആശ്വാസകാലം അനുഭവിക്ക. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കേ. അവന്റെ പേര് രത്നമ്മ, സ്ഥലം കാഞ്ഞിരംകുളം. 20 വർഷം കൊണ്ട് തൈറോയ്ഡ് എന്ന രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇവിടെ വരുമ്പോഴും അവർക്ക് കഷ്ടമായിരുന്നു. ഈ ഭാഗത്തൊരു കട്ടി ഉണ്ടായിരുന്നു, കഴുത്തിന്റെ ഈ ഭാഗത്തൊരു കട്ടി ഉണ്ടായിരുന്നു. എവിടെ സിസ്റ്റർ കട്ടി ഉണ്ടായിരുന്നു? ഇവിടെ. ഇപ്പൊ കട്ടിയില്ല. കുടിനീര് ഇറക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ അത് പൂർണ്ണമായി മാറി. ഇപ്പൊ നല്ല സുഖം. ഇതാ കുടിനീരിറക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഇത്രയും വെള്ളം ഒരുമിച്ച് കുടിച്ചു നോക്കട്ടെ. തൈറോയിഡ് കട്ടികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ ബുദ്ധിമുട്ട്? അവിടെ ഇരുന്ന കട്ടി എന്ത് ചെയ്തു? അവിടെ ഇരുന്ന കട്ടി എന്ത് ചെയ്തു? മാറിപ്പോയി. കാണാനില്ല. ആരെടുത്തെന്നറിയത്തില്ല. കട്ടിപ്പോയി. 20 വർഷം കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജില് ജയകുമാരി മാഡത്തിന്റെ ചികിത്സയിലാണ് ഇരിക്കുന്നത്. 20 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിലെ ജയകുമാരി ഡോക്ടറുടെ ചികിത്സയിലാണ് അവർ ആയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴും മുഴയും കൊണ്ട് തന്നെ വന്നു അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. വന്നപ്പോഴും മുഴ ഉണ്ടായിരുന്നു. നിങ്ങൾ കുടിനീരിറക്കാനോ കിടക്കാനോ പറ്റത്തില്ല. ആഹാരം കഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് ഈ പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് പൂർണ്ണമായി മാറി. 20 വർഷം കൊണ്ട് താൻ അനുഭവിച്ച വേദനയ്ക്ക് വിടുതൽ കൊടുത്ത് ഇന്നു മുതൽ നിനക്കൊരു ആശ്വാസകാലം. പ്രിയ സഹോദരിയുടെ പേര് ബേബി, സ്ഥലം കാഞ്ഞിരംകുളം. കഴിഞ്ഞ 1 വർഷമായി ഈ കൈയുടെ ഭാഗത്ത് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള 2 മുഴകൾ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു സിസ്റ്റർ? ഇന്ന് വന്നപ്പോഴാ മുഴ കൊണ്ടുവന്നോ? ഇന്ന് വന്നപ്പോഴാ മുഴ കൊണ്ടുവന്നു. ഇപ്പൊ എവിടെ? ആർക്ക് നോക്കാം? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വിടുതൽ തന്നു. 2 മുഴയും കണ്ടില്ല. ആർക്ക് നോക്കാം? നോക്കൂ. അങ്ങനെ ഒരു അംശമെങ്കിലും ഈ കൈ എവിടെ കൊണ്ടായിരുന്നു? ഇവിടെ. പ്രസ് ചെയ്ത് നോക്കിയാലും അവിടെ അങ്ങനെയില്ല. എത്ര കാലം കൊണ്ടുണ്ടായിരുന്നു 2 മുഴ? 1 വർഷം കൊണ്ട്. 1 വർഷം കൊണ്ടുള്ള 2 മുഴകളും 1 സെക്കൻഡ് കൊണ്ട് ഇരുന്ന പാടുപോലും ഇല്ലാതെ സൗഖ്യമാക്കി യേശുവിന് കരം തട്ടി സ്തുതിച്ചാട്ട്. യേശു നല്ലവൻ. പ്രിയ സഹോദരിയുടെ പേര് പ്രേമ, സ്ഥലം കാഞ്ഞിരംകുളം. കഴിഞ്ഞ 3 വർഷമായി തൈറോയിഡിനാൽ ബാധിക്കപ്പെട്ടിരുന്നു. ഒരു കട്ടി ഈ ഭാഗത്തുണ്ടായിരുന്നു. പാസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായി അത് മാറിപ്പോകുന്നതായി അനുഭവം. ഇവിടെ ഉണ്ടായിരുന്നു കട്ടി. ഇവിടെ കഴുത്തിന്റെ ഒരു ഭാഗത്ത് ഇതിനെ കട്ടി പോലെ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായ ചില സമയത്ത് കുടിനീറക്കാൻ സാധ്യമല്ലാതായിരുന്നു. ഇപ്പൊ വന്നപ്പോൾ കട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. സ്തോത്രം. തൈറോയിഡ് മുഴയെ അപ്രത്യക്ഷമാക്കിയ ദൈവത്തിന് കരം തട്ടി വന്ന് സ്തുതിച്ചാട്ട്. സഹോദരിയുടെ പേര് ശ്രീകല, സ്ഥലം പാമ്പുകാല. 3 വർഷം കൊണ്ട് യൂട്രസിനകത്ത് ക്യാൻസർ എന്ന രോഗത്താൽ ബാധിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2 ഓപ്പറേഷൻ ചെയ്തു. ഈ തന്നെ ഇടതുവശത്തൊരു കഠിനമായ വേദനയും ഉണ്ടായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയം അവിടെ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ അവർ ഉണർന്നു. ആ വേദന പൂർണ്ണമായി മാറി എന്നവർ സാക്ഷി പറയുന്നു. വയറില് യൂട്രസ് പ്രശ്നം. എത്ര ഓപ്പറേഷൻ ചെയ്തു? 2 ഓപ്പറേഷനിലും വിടുതലില്ല. വേദനയാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? പോയതുപോലെ ഇപ്പൊ വേദനയില്ല. നല്ല ഒന്ന് ചലിച്ചാലൊന്നും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എത്ര വർഷം?
3 വർഷം കൊണ്ട് 2 ഓപ്പറേഷൻ ചെയ്തിട്ടും വിടുതലില്ലാതിരുന്ന രോഗത്തെ യേശു സൗഖ്യമാക്കിയതിനാൽ കരങ്ങളെ തട്ടി സ്തുതിക്കാം. അതേ പ്രിയരെ, മാനസാന്തരപ്പെട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസകാലം വരും എന്ന് നിങ്ങൾ കേട്ടു. അതിനെ തുടർന്ന് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വന്ന അനേക വ്യക്തികളിൽ നടന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടു. ഇന്ന് കുറെ സാക്ഷികൾ മാത്രം കേട്ടു. ഇതേ ദിവസം നടന്ന ഇനിയും അനേക അത്ഭുതങ്ങളുണ്ട്. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ അതിനെക്കുറിച്ചും കേൾക്കും. അതെ, ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. നിങ്ങൾ കണ്ടുവല്ലോ, അവിടെ സാക്ഷി കേട്ടുവല്ലോ. ക്യാൻസർ സൗഖ്യമായി, തൈറോയിഡ് മുഴകൾ ഡിസപ്പിയറായി, 2.5 വർഷം വരെ നടക്കാൻ കഴിയാതെ വേദനപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലായിരുന്ന യുവാവിനെ യേശു സൗഖ്യമാക്കി സ്റ്റേജിൽ ഓടി നടന്ന് നിങ്ങൾ കണ്ടുവല്ലോ. അത് എത്ര അത്ഭുതങ്ങൾ! എല്ലാ അത്ഭുതങ്ങളും ഒറ്റ ദിവസം ദൈവം ചെയ്തത് ഇവിടെ പറയാൻ സമയമില്ല. പക്ഷേ ഈ അത്ഭുതങ്ങളെ കണ്ട നിങ്ങൾക്കും യേശു ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആശ്വാസത്തോടെ ജീവിക്കണമെന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. നിങ്ങൾ വേദനകൾ മാറി, രോഗങ്ങൾ മാറി ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശുവല്ലേ വിളിച്ചത്. അതെ, നിങ്ങൾ കേട്ട സാക്ഷ്യം പോലെ, കണ്ട അനുഭവങ്ങൾ പോലെ നിങ്ങൾക്കും ഒരത്ഭുതം യേശു ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ഏത് രോഗിയായാലും, ഏത് വേദനയോടെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിലും, നിങ്ങളുടെ കുടുംബ പ്രശ്നം എന്തു തന്നെ ആയാലും നിശ്ചയമായും യേശു ക്രിസ്തു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു രോഗിയെങ്കിൽ നിങ്ങൾക്ക് ഈ കേട്ട സാക്ഷ്യം പോലെ തൈറോയിഡ് മുഴയുണ്ടെങ്കിൽ വലങ്കരം വെച്ചുകൊള്ളുക. അതുപോലെ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അവിടെ കരം വെച്ചുകൊള്ളുക. അസ്ഥി തേയ്മാനമുണ്ടെങ്കിൽ അവിടെ കരം വെച്ചുകൊള്ളുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ യേശു ക്രിസ്തു വചനമയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. ഈ പ്രാർത്ഥന തീർന്നുടനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ ആ രോഗം അവിടെ കാണുകയില്ല. അതാണല്ലോ സംഭവിച്ചതും നിങ്ങൾ കേട്ട സാക്ഷി.